എൻ്റെ ബോഡി ഏജ് 59 എനിക്ക് ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയത് തന്നെ. ആദ്യമൊക്കെ മോള് ചേർന്നായിരുന്നു പ്രിയ. അവള് ചേർന്ന് കഴിഞ്ഞിട്ടും പ്രിയ ടോപ്പ് വെയിറ്റ് ലോസ് ചെയ്തില്ലേ? പ്രിയയുടെ അച്ഛനോ? ആദ്യം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഒടുവിൽ എൻ്റെ മുട്ടിന് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്, ഞാൻ അവളോട് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം മാറ്റി, അതിൻ്റെ ആവശ്യമില്ല, സർജറിയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞ് എൻ്റെ ഇത് ചേർക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനും അതിന് സമ്മതം മൂടി ഞങ്ങൾ ചേരുന്നു. എൻ്റെ മുട്ടുവേദന പോയി. അതിനെക്കാട്ടിലും പ്രശസ്തം എനിക്ക് IBP ഉണ്ടായിരുന്നു. IBP വന്നിട്ട് 177, 180 വരെ വരുമായിരുന്നു. അതിന് 3 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. മുട്ടുവേദനയ്ക്ക് 2 ടാബ്ലറ്റ്. പിന്നെ വെരിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ടായി ഇതെല്ലാം ഒരു 6 മാസം കൊണ്ട് ഇതെല്ലാം മാറി. ഇപ്പം വെയിറ്റ് ഞാൻ 12 കിലോ കുറച്ച്. ഈ പ്രായത്തിൽ ഞാൻ വേണമെന്ന് വിചാരിച്ചാണ് 12 കിലോ കുറച്ചത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. ഇപ്പോൾ 6 കിലോ അണ്ടർ വെയിറ്റിലാണ്. 6 കിലോ അണ്ടർ വെയിറ്റ് ഞാൻ നടക്കുവാണ്. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ അണ്ടർ വെയിറ്റ് എന്നുള്ള ബോഡിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. ഇപ്പോൾ ഒരു 59 എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന എനിക്കൊരു 55 ആയിക്കണത്തുള്ളൂ എന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത്. ആ ഒരു തൻ്റെ ഇടത്തിലാണ് ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വീട്ടിലാണെങ്കിലും ബാക്കി മിസ്സസിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ കടക്കളയിൽ ജോലി ചെയ്യും. അടുക്കളയിൽ ജോലി ചെയ്യും, വീട്ടുകാര്യങ്ങൾ നോക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാനൊരു 3 കൊല്ലം ആണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അനങ്ങാനൊക്കാത്ത സ്ഥിതിയിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അതെല്ലാം എന്ത് പാടെ മാറി. ഇപ്പം ഒരാളുടെ ഹെൽപ്പില്ലാതെ ഇതെല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഉണ്ടല്ലേ, ഐ എം ഡൂയിങ് ഇറ്റ്. ഞാൻ അതും ചെയ്യുന്നുണ്ട്. വളരെ ആരെ കണ്ടാലും ഞാൻ വിടാറില്ല. എല്ലാവരോടും പറയും, ഇത് നമുക്കറിയില്ല ആരാ ചെയ്യുന്നുള്ളത്. നമ്മെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ പറയും. പറഞ്ഞ് കഴിയുന്നവരും അവരെ പെർസ്യൂ ചെയ്ത് അവരെ കയറ്റാവുന്നതെല്ലാം കയറ്റാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ 3-4 പേരെ കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. താങ്ക്സ് ആൾ.